ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക് കൂടി നീങ്ങുകയാണ്. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ വിശദാംശങ്ങളാണ് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുള്ളത്. യൂട്യൂബ് ചാനലിൽ ക്ലാസുകൾ എടുക്കുകയും ക്ലാസുകൾ തയ്യാറാക്കാനായി സഹായിക്കുകയും ചെയ്യുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കുറിച്ചാണ് അന്വേഷണം. MS സൊല്യൂഷനെതിരെ മുൻപ് പരാതി നൽകിയ സ്കൂൾ അധ്യാപകരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇവരിൽ നിന്ന് തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ദ്രുതഗതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഈ ട്യൂഷൻ സെന്ററുകളുമായും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളുമായും സഹകരിക്കുന്ന ക്ലാസുകൾ എടുക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ ചുറ്റിപ്പറ്റിയാണോ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്? അന്വേഷണം അതിൻ്റെ ഒരു ഘട്ടത്തിൽ, അടുത്ത ഘട്ടത്തിലേക്ക്, ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. എങ്ങനെയാണ് സംബന്ധിച്ചുള്ള പരാതികൾ വന്നതിനെ കുറിച്ചൊക്കെ ചോദ്യം എടുത്തു. തുടർന്ന് അങ്ങോട്ട് പരാതി നൽകിയ അധ്യാപകർ, ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരാണ് കഴിഞ്ഞ വർഷം MS സൊല്യൂഷൻസിനെതിരെ പരാതി നൽകിയത്. അവരുടെ നിന്ന് മൊഴിയെടുത്തു. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ പരാതി നൽകാൻ കാരണം, നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി തന്നെ അവരത് രേഖപ്പെടുത്തി. അത്യാവശ്യം സമയമെടുത്തുകൊണ്ട് തന്നെ, കാരണം ഇനി MS സൊല്യൂഷൻസിൻ്റെ ഷുഹൈബിലേക്ക് പോകുമ്പോൾ, അയാളുടെ മൊഴിയെടുക്കാൻ പോകുമ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാവണം. അവർ പറയുന്ന കാര്യങ്ങൾ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി സമയമെടുത്ത് തന്നെ അധ്യാപകരോട്, പരാതി നൽകിയ അധ്യാപകരോട് കാര്യങ്ങൾ ചോദിച്ചു. ഏറ്റവും നിർണായക ഒരു ഘട്ടമെന്ന് പറയുന്നത് ഇതിൻ്റെ എയ്ഡഡ് സ്കൂളിലെ ചില അധ്യാപകരിലേക്ക് അല്ലെങ്കിൽ ആ സംബന്ധിച്ചുള്ള വിവരം ശേഖരണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങി എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ MS പോലുള്ള സൈലം പോലുള്ള പല പ്ലാറ്റ്ഫോമുകളിലും എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ ജോലി നേരിട്ട് തന്നെ അവരുടെ വീഡിയോ അവതരിപ്പിക്കുന്ന അധ്യാപകരായിട്ട് പലരുമുണ്ട്. മാത്രമല്ല ഇവർക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തു കൊടുക്കുന്ന അധ്യാപകരുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരശേഖരണമാണ്, ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു വിവരശേഖരണമാണ്. പ്രത്യേകിച്ച് കോഴിക്കോടാണ് ഇപ്പോൾ അന്വേഷണ പരിധിയായതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നുള്ള ഏതെങ്കിലും എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ ഇതിലുണ്ടോ എന്നുള്ള അന്വേഷിക്കുന്നു. ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില സ്കൂളുകളിൽ, പ്രത്യേകിച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സ്കൂളുകളിൽ തന്നെ ചില എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ അവരെ സഹായിക്കുകയോ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നേരത്തെ നമുക്ക് ഈ സാധ്യത പറയുന്നത് പോലെ ക്രിസ്മസ്, ഓണപരീക്ഷയുടെയൊക്കെ ചോദ്യപേപ്പറുകൾ നേരത്തെ സ്കൂളുകൾ വരികയും തലേ ദിവസം തന്നെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഇത് സോർട്ട് ചെയ്ത് വെക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് വേണമെങ്കിൽ ഈ ചോദ്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്, അറിയാൻ സാധ്യതയുണ്ട്. അവർ വഴിയാണോ ചോർന്നതെന്നുള്ളൊരു സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി, ഓൺലൈൻ പോർട്ടലുമായി ബന്ധമുള്ള അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോർച്ചയുടെ വഴി ഒരുപക്ഷെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ ആ ട്രാക്കിൽ, ആ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ അധ്യാപകരിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉദ്യോഗസ്ഥർ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ വെച്ചിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരിൽ നിന്നടക്കം സംഘമെത്തി മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർണായക വിവരങ്ങളും തെളിവുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്ന സൂചനകൾ കൂടിയുണ്ടോ? തീർച്ചയായും. കാരണം എന്തുകൊണ്ടാണ് ഇത് ഈ സംശയങ്ങൾ ചോർന്നു സംശയം വരാൻ കാരണം? കാരണം അധ്യാപകർക്ക് കൃത്യമായിട്ട് തന്നെ വന്ന ചോദ്യങ്ങൾ സംബന്ധിച്ചും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ സംബന്ധിച്ചും ഇത് പ്രഡിക്ഷൻ ആണോ അല്ലെങ്കിൽ അത് ചോർന്ന് കിട്ടിയാൻ സാധ്യതയുള്ളതാണോ എന്ന് കൃത്യമായി തന്നെ അധ്യാപകർക്കാണ് കൃത്യമായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അധ്യാപകരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇന്നലെയും അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്ത ഒരു ജോലി. ഇന്ന് അവർ അത് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. കൃത്യമായി തന്നെ അവർ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ സംശയങ്ങളും ബാക്കി കൃത്യമായ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്തതിനു ശേഷമായിരിക്കും അടുത്ത സ്റ്റെപ്പ് ആലോചിക്കുക. സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് MS സൊല്യൂഷൻസിൻ്റെ CEO ഷുഹൈബിനെ അയാളുടെ മൊഴിയെടുക്കലാണ്. അയാളുമായിട്ട് ചോദ്യം ചെയ്യലെന്ന് പറയാൻ കഴിയുമെന്ന് അറിയില്ല, കാരണം കേസ് എടുത്തില്ല. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് ഇന്ന് ആലോചിക്കും. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടുണ്ടാവും, നമുക്കറിയില്ല, അല്ലെങ്കിൽ നാളെയെങ്കിലും ഷുഹൈബിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഷുഹൈബിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിരുന്നു. അസ്ലം തന്നെയാണ് ഇന്റർവ്യൂ എടുത്തതും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളെക്കുറിച്ച്, ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ച് താൻ വെറും പ്രഡിക്ഷൻ മാത്രമാണ് നൽകിയത്. അതായത് യാതൊരു തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന നിലപാടായിരുന്നു. അത് ആ ഒരു വിവരങ്ങൾ തന്നെ അന്വേഷണ സംഘത്തെ കൈമാറും എന്ന് തന്നെയല്ലേ അദ്ദേഹവും അറിയിച്ചത്? അത് അവരുടെ ഷുഹൈബിൻ്റെ വാദം എന്ന് പറയുന്നത് താൻ പ്രഡിക്ഷനാണ് നടത്തിയത്. അതേസമയം അതിനു മുമ്പ് താൻ്റെ വീഡിയോയ്ക്ക് മുമ്പ് വന്ന സൈല ഉൾപ്പെടെയുള്ള വീഡിയോകൾ കൂടി താൻ പരിശോധിച്ചിരുന്നു. അതിൽ കൂടി വന്ന ചില ചോദ്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. അതേസമയം അവർ 2-3 മണിക്കൂർ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് 10-14 മിനിറ്റുള്ള വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ കൊടുക്കുന്നു എന്നുള്ളതാണ് തനിക്ക് കൂടുതൽ കാഴ്ചക്കാരെ വരാൻ കാരണം എന്നൊരു വാദമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വാദം അവർക്ക് മുന്നിൽ വയ്ക്കും. സ്വാഭാവികമായിട്ടും പോലീസിന് അധ്യാപകരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൂടിയുണ്ട്. അതുകൂടി വെച്ചിട്ടൊരു ക്രോസ് ചെക്കിംഗ് കൃത്യമായിട്ടുണ്ടാകും. അതിലൂടെ ആയിരിക്കും കൃത്യമായിട്ട് പോലീസിന് കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയും. എന്തായാലും അന്വേഷണം ത്വരിതഗതിയിൽ തന്നെയാണ് നടക്കുന്നത്.